ദേവി മാഹാത്മ്യം ഉത്തമചരിതം അധ്യായം 6. ധൂമ്രലോചനൻ എന്ന അസുരനെ ദേവി വധിക്കുന്നതാണ് നമ്മൾ ഈ അധ്യായത്തിൽ കാണാൻ പോകുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഋഷിരുവാച, അതായത് സുമേധസ് മഹർഷി സുരത മഹാരാജാവിനോടും വൈശ്യനോടും ദേവീചരിതം പറഞ്ഞു കൊടുക്കുകയാണ്. ഇതി ആകർണ്യ വചോ ദേവ്യാഹ സഹ ദൂതഃ അമർഷപൂരിതഃ സമാചഷ്ട സമാഗമ്യ ദൈത്യരാജായ വിസ്തരാത്. സഹദൂതഃ, ആ ദൂതനായ സുഗ്രീവൻ, ഇതി ഇപ്രകാരം ദേവ്യാഹ വചഃ ആകർണ്യ, ദേവിയുടെ വാക്കുകളെ കേട്ടിട്ട്, അമർഷപൂരിതഃ, വളരെ കോപിഷ്ഠനായിട്ട്, ദൈത്യരാജായ സമാഗമ്യ, ദൈത്യരാജാവായ ശുംഭന്റെ അടുക്കൽ പോയി, വിസ്തരാത്, എല്ലാം വളരെ വിസ്തരിച്ച്, സമാചഷ്ട, പറഞ്ഞു കൊടുത്തു എന്ന്. അപ്പോ സുമേധസ് മഹർഷി പറയാണ്, ദേവിയുടെ വാക്കുകൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു. ദേവിയും അതുപോലെ സുഗ്രീവൻ എന്ന ശുംഭന്റെ സേനാനായകനായിട്ടുള്ള സുഗ്രീവൻ എന്ന അസുരനും തമ്മിലുള്ള ആ സംസാരമാണ് നമ്മൾ കേട്ടത്. അപ്പോ അതില് ദേവി പറഞ്ഞ മറുപടി കേട്ടിട്ട്, അതായത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാം നീ കൊട്ടാരത്തിൽ ചെന്ന് അസുര രാജാവായ ശുംഭനോട് പറഞ്ഞു കൊടുക്കൂ, എന്നിട്ട് അദ്ദേഹം യുക്തിപൂർവം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്നാണ് ദേവി പറഞ്ഞത്. അപ്പൊ ദേവിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ട് കോപിഷ്ഠനായ സുഗ്രീവൻ അസുര രാജാവായ ശുംഭന്റെ അടുക്കൽ ചെന്ന് എല്ലാം വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. തസ്യ ദൂതസ്യ തത് വാക്യം ആകർണ്യ അസുരരാട് തതഃ സക്രോധഃ പ്രാഹ ദൈത്യാനാം അധിപം ധൂമ്രലോചനം. തതഃ, അനന്തരം, തസ്യ ദൂതസ്യ തത് വാക്യം, ആ ദൂതന്റെ വാക്കുകൾ കേട്ട്, അസുരരാട്, അസുരരാജാവായ ശുംഭൻ, സക്രോധഃ, വളരെ ക്രുദ്ധനായി തീർന്നു. എന്നിട്ട് ദൈത്യാനാം അധിപം, അസുരന്മാരുടെ നേതാവായ ധൂമ്രലോചനം, ധൂമ്രലോചനനോട് പ്രാഹ, ഇപ്രകാരം പറഞ്ഞു. ഹേ ധൂമ്രലോചന, ആശു ത്വം സ്വസൈന്യപരിവാരിതഃ താം ആനയ ബലാദുഷ്ടാം, താം ആനയ ബലാദുഷ്ടാം കേശാഹ ആകർഷണ വിഹ്വലാം. ഹേ ധൂമ്രലോചന, ഹേ ധൂമ്രലോചന, ത്വം, നീ സ്വസൈന്യപരിവാരിതഃ, നിന്റെ സ്വന്തം സൈന്യവുമായി ചുറ്റപ്പെട്ടിട്ട്, ആശു, വളരെ പെട്ടെന്ന് തന്നെ, ദുഷ്ടാം, താം ദുഷ്ടാം, ആ ദുഷ്ടയായ സ്ത്രീയെ, കേശാകർഷണ വിഹ്വല, അവളുടെ തലമുടി പിടിച്ചു വലിച്ച്, ബലാത്, ബലമായിട്ട്, ആനയ, ഇവിടെ കൊണ്ടുവരുക എന്ന്. അപ്പോൾ ശുംഭൻ ആ ധൂമ്രലോചനൻ എന്ന അസുര നേതാവിനോട് പറഞ്ഞത് ഇതായിരുന്നു: ഹേ ധൂമ്രലോചന, നീ വളരെ പെട്ടെന്ന് തന്നെ നിന്റെ സൈന്യവുമായി പോയി ആ ദുഷ്ടയെ, അവളുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചഴച്ച് അവളെ ഇവിടെ, എൻ്റെ സദസ്സിലേക്ക്, ഇവിടേക്ക് അവളെ കൊണ്ടുവരുക. തത് പരിത്രാണതഃ കശ്ചിത് യദി വാ ഉത്തിഷ്ഠതേ പരഃ സഹ ഹന്തവ്യഃ അമരഃ വാ അഭി യക്ഷ ഗന്ധർവ ഏവ വാ. തത് പരിത്രാണതഃ, അവളെ രക്ഷിക്കുവാനായി, അതായത് ധൂമ്രലോചനോട് പറയാണ്, അവളെ മുടിക്ക് ചുറ്റിപ്പിടിച്ച് കൊണ്ടുവരുന്ന സമയം അവളെ രക്ഷിക്കുവാനായി, കശ്ചിത് പരഹ, ആരെങ്കിലും, മറ്റാരെങ്കിലും അവിടെ, യതി വാ ഉത്തിഷ്ഠതേ, അവിടെ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ, സഹ, അവൻ ഇനി, അമരഹ വാ അഭി, ദേവനാണെങ്കിലും, യക്ഷനാണെങ്കിലും, ഗന്ധർവ ഏവവ, ഗന്ധർവനാണെങ്കിൽ പോലും അവനെ ഹന്തവ്യ, കൊന്നു കളഞ്ഞേക്കൂ എന്നാണ് പറയുന്നത്.
അങ്ങനെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ, ശുംഭൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു സ്ത്രീക്ക് തന്നോട്, തൻ്റെ അസുരന്മാരോട്, ധൂമ്രലോചനനോട് പൊരുതി നിൽക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ തീർച്ചയായും ഇത്രയും അഹങ്കാരം അവൾ കാണിക്കുന്നുണ്ടെങ്കിൽ അവളുടെ പിന്നിൽ അവളെ സഹായിക്കാൻ മറ്റാരോ ഉണ്ട് എന്ന് ശുംഭൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ അവളെ രക്ഷിക്കുവാനായിട്ട് ആരെങ്കിലും അവിടെ വരികയാണെങ്കിൽ, അത് ദേവനാണെങ്കിലും യക്ഷനാണെങ്കിലും ഗന്ധർവനാണെങ്കിലും അതൊന്നും നോക്കണ്ട, അവനെ അവിടെ വെച്ച് തന്നെ കൊന്നുകളഞ്ഞേക്കൂ എന്നും കൂടി ധൂമ്രലോചനൻ എന്ന അസുര നേതാവിന് നിർദ്ദേശം കൊടുത്തു ശുംഭൻ. ഋഷിരുവാച തേന ആജ്ഞപ്തഃ തതഃ ശീഘ്രം സ ദൈത്യോ ധൂമ്രലോചനഃ വൃതഃ ഷഷ്ട്യാ സഹസ്രാണാം അസുരാണാം ദ്രുതം യയൗ. തതഃ അനന്തരം ശുംഭാസുരൻ അങ്ങനെ ആജ്ഞാപിച്ചപ്പോൾ, തേന ആജ്ഞപ്തഃ ഇപ്രകാരം ആജ്ഞാപിക്കപ്പെട്ട, ശുംഭാസുരനാൽ ആജ്ഞാപിക്കപ്പെട്ടപ്പോൾ, സഹ ദൈത്യോ ധൂമ്രലോചനഃ ആ ദൈത്യ അസുരന്മാരുടെ നേതാവായ ധൂമ്രലോചനൻ ശീഘ്രം വളരെ വേഗത്തിൽ, ഷഷ്ട്യാ സഹസ്രാണാം, ഷഷ്ട്യാ 60, സഹസ്രാണാം 10,000, അപ്പൊ 60,000 അസുരാണാം അസുരന്മാരെയും കൂട്ടി, ദ്രുതം വളരെ വേഗം, യയോ അവിടേക്ക് ദേവിയുടെ അടുത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ശുംഭാസുരന്റെ നിർദ്ദേശം കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ധൂമ്രലോചനൻ എന്ന അസുര നേതാവ് തൻ്റെ സൈന്യത്തെ 60,000-ഓളം വരുന്ന സൈന്യത്താൽ, വൃതഃ എന്ന് വെച്ചാൽ ചുറ്റപ്പെട്ടിട്ട്, അവരെയും കൂട്ടി എത്രയും പെട്ടെന്ന് ദേവിയുടെ അടുത്തേക്ക് പോയി. സഹ ദൃഷ്ട്വാ താം തതോ ദേവി തുഹിനാജല സംസ്ഥിതാം ജഗാദ ഉച്ചൈഃ പ്രയാഹ ഇതി മൂലം ശുംഭനിശുംഭയോഃ. സഹ അവൻ, തതഃ അനന്തരം, തുഹിനാജല സംസ്ഥിതാം ഹിമാലയവാസിനിയായ താം ദേവി ആ ദേവിയെ ദൃഷ്ട്വാ കണ്ടിട്ട്, ശുംഭനിശുംഭയോഹോ മൂലം ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പോകൂ, പ്രയാഹ പോകൂ, ഇതി ഇപ്രകാരം, ഉച്ചൈ ജഗാത ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്ന്. അപ്പൊ ധൂമ്രലോചനൻ അസുരൻ ഹിമാലയത്തിലെത്തി ദേവി വസിക്കുന്ന അവിടേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ദേവിയെ കണ്ടപ്പോൾ എത്രയും വേഗം ശുംഭനിശുംഭന്മാരുടെ അടുത്തേക്ക് പോകൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ന ചേത് പ്രീത്യാ അദ്യ ഭവതി മദ് ഭർത്താരം ഉപേക്ഷ്യതി തതഃ ബലാത് നയാമി ഏഷ കേശാകർഷണ വിഹ്വലാം. ഭവതി, അതായത് ആ ദേവിയെ വിളിക്കുകയാണ് ധൂമ്രലോചനൻ. അല്ലയോ ഭവതി, അവിടുന്ന് പ്രീത്യ, അതായത് സ്വന്തം ഇഷ്ടത്താൽ, സ്വമനസാലെ, മത് ഭർത്താരം എൻ്റെ സ്വാമിയുടെ അടുക്കലേക്ക്, ന ചേത് ഉപൈഷതി അങ്ങനെ അടുക്കലേക്ക്, ന ഉപൈഷതി എന്ന് വെച്ചാൽ പോയില്ലെങ്കിൽ, തതഃ അനന്തരം, ബലാത് വളരെ ബലമായിട്ട്, കേശാകർഷണ വിഹ്വലാം നിന്റെ തലമുടിക്ക് പിടിച്ച് വലിച്ച് നിന്നെ പരവശയാക്കിക്കൊണ്ട് ഞാൻ നയാമി അങ്ങോട്ട് കൊണ്ടുപോകും എന്ന്. അപ്പോൾ ഭവതി സ്വന്തം ഇഷ്ടത്താലെ, സ്വമനസാൽ തന്നെ എൻ്റെ സ്വാമിയുടെ അടുത്തേക്ക് പോവുക. ഇനി അങ്ങനെ പോയില്ലെങ്കിൽ പിന്നെ ഞാൻ ബലമായിട്ട് നിന്റെ മുടി പിടിച്ച് വലിച്ച് നിന്നെ എൻ്റെ സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും എന്നാണ് ധൂമ്രലോചനൻ എന്ന അസുരൻ പറഞ്ഞത്. ധൂമ്രലോചനൻ എന്ന അസുരൻ ഇപ്രകാരം പറയുന്നത് കേട്ടിട്ട് ദേവി മറുപടി പറയുകയാണ്. ദേവി ഉവാച ദൈത്യേശ്വരേണ പ്രഹിതോ ബലവാൻ ബലസംവൃതഃ ബലാത് നയസി മാം ഏവം തതഃ കിം തേ കരോമി അഹം. അതായത് ദേവി പറയുകയാണ്, ദൈത്യേശ്വരേണ അസുര രാജാവായ ശുംഭനാൽ പ്രഹിതഃ പറഞ്ഞയക്കപ്പെട്ടവനും, ബലവാനും ബലസംവൃതഃ സേനാസമേതനും, അതായത് ശക്തമായ ഒരു പടയോടും കൂടി ഇവിടെ എത്തിയ നീ, അപ്പോൾ പിന്നെ ബലാത് മാം ഏവം നയസി ബലമായിട്ട് എന്നെ, ബലം പ്രയോഗിച്ച് എന്നെ പിടിച്ചുകൊണ്ടു പോവുകയാണെങ്കിൽ, തതഃ കിം തേ കരോമി അഹം ഞാൻ പിന്നെ എന്തു ചെയ്യാനാണ്, എനിക്ക് പിന്നെ എന്താണ് ചെയ്യാൻ പറ്റുക എന്നാണ് പറയുന്നത്.
അപ്പൊ ദേവി പറയാണ്, ഞാനൊരു നിസ്സഹായയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അസുര രാജാവായ ശുംഭൻ പറഞ്ഞയച്ചവനാണ് നീ, ബലവാനാണ്, നിനക്ക് പടയാളികളുമുണ്ട്. അങ്ങനെയുള്ള നീ ബലം പ്രയോഗിച്ച് എന്നെ ഇവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഒരു പാവം പോലെ ദേവി അങ്ങ് പറയുകയാണ് ധൂമ്രലോചനനോട്. ഋഷിരുവാച ഇതി ഉക്തഃ സഹ അഭ്യധാവത് താം അസുര ധൂമ്രലോചനഃ ഹൂങ്കാരേണ ഏവ തം ഭസ്മ സാ ചകാര അംബികാ തതഃ. ഇവിടെ ഋഷിരുവാച എന്നാൽ സുമേധസ് മഹർഷി പറയുകയാണ്, ദേവിയുടെ ഈ വാക്കുകൾ കേട്ട സഹ അസുരൻ, ഇതി ഉക്തഃ ഇപ്രകാരം ദേവി പറയുന്നത് കേട്ട് സഹ അസുരൻ, സഹ അസുര ധൂമ്രലോചന ആ അസുരനായ ധൂമ്രലോചനൻ അഭ്യധാവത് ആ ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. അപ്പോൾ തതഹ അനന്തരം ആ അംബിക ആ അംബികാദേവി ഹൂങ്കാരേണ ഏവ ഒരു ഹൂങ്കാരം കൊണ്ട് തന്നെ അവനെ ഭസ്മഹ ചകാര ഭസ്മമാക്കി കളഞ്ഞു എന്ന്. അപ്പോൾ ദേവി പറയുന്നത്, എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ട് ധൂമ്രലോചനൻ ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെന്നപ്പോൾ ദേവി ഹൂ എന്നൊരു ശബ്ദമുണ്ടാക്കിയതേ ഉള്ളൂ. ആ ഹൂങ്കാരം കൊണ്ട് തന്നെ ധൂമ്രലോചനൻ ചാമ്പലായിപ്പോയി, ഭസ്മമായിപ്പോയി എന്നാണ് പറയുന്നത്. അധ ക്രുദ്ധം മഹാസൈന്യം അസുരാണാം തഥാ അംബിക വവർഷ സായകൈഃ തീക്ഷ്ണൈഃ തഥാ ശക്തി പരശ്വതൈഃ. അധഃ അനന്തരം, അപ്പോ ഇവിടെ അസുര നേതാവ് തന്നെ ആദ്യം വധിക്കപ്പെട്ടു, ഭസ്മമായി പോയി. അപ്പൊ കൂടെ വന്ന അസുര സൈനികര് അനന്തരം അംബികാദേവി തഥാ അപ്പോൾ ക്രുദ്ധം മഹാസൈന്യം അസുരാണാം മഹാസൈന്യം അസുരന്മാരുടെ ആ മഹാസൈന്യത്തിന് നേരെ ക്രുദ്ധയായിട്ട് സായകൈഹി ശരങ്ങൾ തീക്ഷ്ണൈഹി സായകൈഹി മൂർച്ചയുള്ള ശരങ്ങൾ കൊണ്ടും തഥാ അതുപോലെ ശക്തി വേല് പരശ്വതൈഹി മഴു എന്നിവയെല്ലാം ദേവി ആസുര സൈന്യത്തിന്റെ മേലേക്ക് വർഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ സൈനിക നേതാവ് ഇവിടെ മരിച്ചു. പക്ഷെ സൈനികരപ്പൊ വെറുതെ വിടില്ലല്ലോ. അപ്പൊ സൈനികരെല്ലാവരും കൂടി അസുര സൈനികരെല്ലാവരും കൂടി ദേവിയെ ആക്രമിക്കാൻ വന്നപ്പോൾ ദേവി ആ തീക്ഷ്ണമായ ശരങ്ങൾ കൊണ്ടും വേല് എന്ന ആയുധം കൊണ്ടും മഴു കൊണ്ടും അത് അസുരന്മാരുടെ ആ സൈന്യത്തിന് നേരെ വർഷിച്ചു. അങ്ങനെ അവരെ മുറിവേൽപ്പിച്ചു. തതഃ ധൂതസഡഃ കോപാത് കൃത്വാ നാദം സുഭൈരവം പപാത അസുരസേനായാം സിംഹോ ദേവ്യാഃ സ്വവാഹനഃ. തതഃ അനന്തരം ദേവ്യാഃ സ്വവാഹനഃ സിംഹോ ദേവിയുടെ വാഹനമായ സിംഹം സടകുടഞ്ഞ് കോപത്താൽ കൃത്വാനാദം സുഭൈരവം അതിഭയങ്കരമായി അലറിക്കൊണ്ട് അസുരസേനയുടെ നേർക്ക് പപാത ചാടി വീണു എന്ന്. അപ്പോൾ ദേവി അവിടെ ശരങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ ദേവിയുടെ വാഹനമായ സിംഹവും അസുര സൈന്യത്തിന് നേരെ കോപത്തോടുകൂടി ഉറക്കെ അലറിക്കൊണ്ട് അസുര സൈന്യത്തിന് നേരെ ചാടി വീണു എന്നാണ് പറയുന്നത്. കശ്ചിത് കരപ്രഹാരേണ ദൈത്യാനി ആസ്യേന ച അപരാൻ ആക്രാന്ത്യാ ച അധരേണ അന്യാൻ ജഗാന സ മഹാസുരാൻ. കാശ്ചിത് കരപ്രഹരേണ ദൈത്യ, കാശ്ചിത് ദൈത്യ എന്ന് വെച്ചാൽ ചില അസുരന്മാരെ ആ സിംഹം ദേവിയുടെ സിംഹം കരപ്രഹാരേണ കൈകൊണ്ടുള്ള പ്രഹരം കൊണ്ടും ച അപരാൻ മറ്റു ചിലരെ ആസ്യേന മുഖം കൊണ്ടും ഇനി അന്യാൻ മറ്റു ചിലരെ അധരേണ അതായത് വായ കൊണ്ട് കടിച്ചു കീറിയും ആക്രാന്ത്യ ആക്രമിച്ചുകൊണ്ടും സ മഹാസുരാൻ ആ മഹാസുരന്മാരെ ജഗാന സിംഹം കൊന്നൊടുക്കി എന്ന്. അപ്പൊ ദേവിയുടെ വാഹനമായ സിംഹം ഈ അസുരന്മാർക്ക് നേരെ ചാടി വീണിട്ട് ആ അസുരന്മാരിൽ കുറെ പേരെ കൈകൊണ്ട് പ്രഹരിച്ചും മറ്റു ചിലരെ മുഖം കൊണ്ടടിച്ചും വേറെ ചിലരെ വായ കൊണ്ട് കടിച്ചു കീറിയും ആക്രമിച്ചും കൊന്നൊടുക്കി.
കേശാഞ്ചിത് പാടയാമാസ നഖൈഃ കോഷ്ടാനി കേസരി തഥാ തലപ്രഹാരേണ ശിരാംസി കൃതവാൻ പൃഥക്. കേസരി ദേവിയുടെ വാഹനമായ സിംഹം കേശാഞ്ചിത് ചില അസുരന്മാരെ നഖൈഹി നഖം കൊണ്ട് കോഷ്ടാനി അവരുടെ വയറ് കീറി മുറിച്ച് പാടയാമാസ ആ വയറ് കീറി മുറിച്ച് കുടൽ വെളിയിൽ ചാടിച്ചു എന്ന്. തഥാ അതുപോലെ വേറെ ചിലരെ തലപ്രഹാരേണ അതായത് അവരെ കൈകൊണ്ട് അടിച്ചിട്ട് ശിരാംസി അവരുടെ ശിരസിനെ കൃതവാൻ പൃഥക് ശിരസിനെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി തെറിപ്പിച്ചു കളഞ്ഞു എന്നോ, തല തെറിപ്പിച്ചു കളഞ്ഞു ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തിയിട്ട്. അപ്പൊ ആ സിംഹം ചില അസുരന്മാരെ നഖം കൊണ്ട് അങ്ങോട്ട് അവരുടെ വയറ് മാന്തി പൊളിച്ചു കുടല് വെളിയിൽ ചാടിച്ചു. വേറെ ചിലരെ കൈതണ്ട കൊണ്ട് അങ്ങോട്ട് അടിച്ചപ്പോൾ സിംഹത്തിന്റെ ആ പ്രഹരമേറ്റിട്ട് അവരുടെ ശരീരത്തിൽ നിന്നും ശിരസ് വേർപെട്ട് തെറിച്ചു വീണുപോയി. വിച്ഛിന്ന ബാഹുശിരസഃ കൃതാഹ തേന തഥാ അപരേ പപൗ ച രുധിരം കോഷ്ടാത് അന്യേഷാം ധുതകേസരഃ. തേന ആ സിംഹം തഥാ അപ്പോൾ അവരെ മറ്റു ചില അസുരന്മാരുടെ വിച്ഛിന്ന ബാഹുശിരസാകൃത കയ്യും തലയും അടിച്ച് തെറിപ്പിച്ചു എന്നു. ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തി കയ്യും തലയും അടിച്ച് തെറിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ദുതകേസരഹ സടകുടഞ്ഞുകൊണ്ട് അന്വേഷ മറ്റു ചില അസുരന്മാരുടെ ശരീരത്തിൽ നിന്നും കോഷ്ടാതി രുധിരം പപൗച്ച രക്തം ഊറ്റിക്കുടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ സിംഹം ചില അസുരന്മാരുടെ കയ്യും തലയും അടിച്ചു തെറിപ്പിച്ചു. സടകുടഞ്ഞുകൊണ്ട് ചില അസുരന്മാരുടെ ശരീരത്തിൽ നിന്നും രക്തം കുടിക്കുകയും ചെയ്തു. ക്ഷണേന തദ്ബലം സർവം ക്ഷയം നീതം മഹാത്മന തേന കേസരിണ ദേവ്യ വാഹനേന അതികോപിന. മഹാത്മന മഹാത്മാവും അതികോപിന വളരെ കോപിച്ചവനും ദേവ്യാ വാഹനേന ദേവിയുടെ വാഹനവുമായ തേന കേസരിണ ആ സിംഹം നൊടിയിടയിൽ ക്ഷണേന നൊടിയിടയിൽ തന്നെ തദ്ബലം ആ മുഴുവൻ സൈനിക ശക്തിയെയും അസുര സൈന്യത്തെ മുഴുവനായും സർവം ക്ഷയം നീതം ക്ഷയിപ്പിച്ചു കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു എന്ന്. അപ്പൊ മഹാത്മാവും വളരെ കോപിച്ചവനും ദേവിയുടെ വാഹനവുമായ സിംഹം വളരെ പെട്ടെന്ന് തന്നെ അസുര സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഇവിടെ സിംഹം യുദ്ധം ചെയ്തതിനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശ്രുത്വാ തമസുരം ദേവ്യാ നിഹതം ധൂമ്രലോചനം ബലം ച ക്ഷയിതം കൃഷ്ണം ദേവി കേസരിണ തതഃ ചുകോപ ദൈത്യ അധിപതി ശുംഭഃ പ്രസ്ഫുരിതാധരഃ ആജ്ഞാപയാമാസ ച തൗ ചണ്ഡമുണ്ഡൗ മഹാസുരൗ. തം അസുരം ധൂമ്രലോചനം ആ അസുരനായ ധൂമ്രലോചനനെ ദേവ്യാനിഹതം ദേവി കൊന്ന വിവരം ശ്രുത്വ കേട്ടിട്ട് തതഃ അതോടൊപ്പം ദേവി കേസരിണ ദേവിയുടെ സിംഹം വാഹനമായ സിംഹം ബലം ച ക്ഷയിതം കൃഷ്ണം ആ അസുര സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു എന്ന വാർത്തയും കേട്ടിട്ട് ചുകോപ കോപിച്ചുകൊണ്ട് ദൈത്യാധിപതി ശുംഭഃ ദൈത്യ അധിപതിയായ ശുംഭൻ പ്രസ്ഫുരിത അധരഹ ആ ചുണ്ടുകൾ ആ ശുംഭന്റെ കോപം കൊണ്ട് വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ചണ്ഡമുണ്ടൗ തൗ ചണ്ഡമുണ്ടൗ മഹാസുരൗ ചണ്ഡമുണ്ടന്മാർ എന്ന മഹാ അസുരന്മാരോടായി ആജ്ഞാപയാമാസ ഇപ്രകാരം ആജ്ഞാപിച്ചു. അപ്പോൾ വാർത്ത അപ്പോഴേക്കും കൊട്ടാരത്തിലെത്തി. അതായത് ദേവിയുടെ വാഹനമായ സിംഹത്താൽ അസുര സൈന്യം മുഴുവൻ നശിച്ചു എന്നും ധൂമ്രലോചനൻ എന്ന അസുരനെ ദേവി വധിച്ചു എന്ന വാർത്ത കേട്ട ശുംഭൻ അത്യധികം കോപത്തോടെ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ ഉടൻ തന്നെ മഹാസുരന്മാരായ ചണ്ഡമുണ്ടന്മാരെ വിളിച്ചു വരുത്തി അവരോടായി ഇപ്രകാരം പറഞ്ഞു. ഹേ ചണ്ഡ ഹേ മുണ്ട ബലൈഹി ബഹുഭിഹി പരിവാരിതൗ തത്ര ഗച്ഛത ഗത്വാ ച സാ സമാനീയതാം ലഘു. ഹേ ചണ്ഡ ഹേ മുണ്ട ബലൈഹി ബഹുഭിഹി അനേകം സൈന്യങ്ങളുമായി നിങ്ങൾ പരിവാരിതൗ ചുറ്റപ്പെട്ടിട്ട് തത്ര ഗച്ഛത അവിടേക്ക് എത്രയും വേഗം പോകൂ. എന്നിട്ട് ഗത്വ അവിടെ ചെന്നിട്ട് ച സ അവളെ സമാനീയതാം ലഘു നിഷ്പ്രയാസം ഇവിടേക്ക് കൊണ്ടുവരിക. ഇതാണ് ചണ്ഡമുണ്ടന്മാരോട് ആവശ്യപ്പെട്ടത്, അല്ല ആജ്ഞാപിച്ചത്. ഹേ ചണ്ഡ ഹേ മുണ്ട. അപ്പോൾ ദേവി നിസാരക്കാരിയല്ല എന്ന് ശുംഭന് മനസ്സിലായി. അപ്പോ
അനേകം സൈനികരാൽ ചുറ്റപ്പെട്ടിട്ട് അവരെയും കൂട്ടി നിങ്ങൾ എത്രയും വേഗം അവിടെ ചെല്ലുക, എന്നിട്ട് അവളെ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക എന്ന് ആജ്ഞാപിച്ചു. കേശേഷു ആകൃഷ്യ ബദ്ധ്വാ വാ യദി വഹ സംശയോ യുധി തഥാ അശേഷ ആയുധൈഹി സർവൈഹി അസുരൈഹി വിനിഹന്യതാം. ഇനി അവിടെ ചെന്ന് അവളെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് കേശേഷു ആകൃഷ്യ, അവളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ചോ, ബദ്ധ്വാ വാ, ഇനി പിടിച്ചു കെട്ടിയോ, കെട്ടിവലിച്ചോ ഇവിടെ കൊണ്ടുവരിക. ഇനി യദി വഹ സംശയ, ഇനി നിങ്ങൾക്ക് അതിന് സാധിക്കില്ല എന്ന് തോന്നുന്നുവെങ്കിൽ, ആ സംശയം തോന്നുന്നുണ്ടെങ്കിൽ, യുധി, അവളോട് യുദ്ധം ചെയ്തോളൂ. തഥാ അശേഷ ആയുധൈഹി, എല്ലാ ആയുധങ്ങളും എടുത്ത്, സർവ അസുരൈഹി, എല്ലാ അസുരന്മാരോടും കൂടി അവളോട് യുദ്ധം ചെയ്ത്, വിനിഹന്യതാം, അവളെ അങ്ങ് കൊന്നുകളഞ്ഞേക്കൂ. ഏതായിരുന്നു ആജ്ഞ. അപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് ഒന്നുകിൽ അവളുടെ തലമുടി പിടിച്ചു വലിച്ചോ അല്ലെങ്കിൽ അവളെ കെട്ടി വലിച്ചോ കൊണ്ടുവരിക. ഇനി അതിന് സാധിക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവളോട് യുദ്ധം ചെയ്തോളൂ. മുഴുവൻ ആയുധങ്ങളും മുഴുവൻ അസുരന്മാരെ ഉപയോഗിച്ച് അവളോട് യുദ്ധം ചെയ്ത് അവളെ അങ്ങ് കൊന്നുകളഞ്ഞേക്കൂ. തസ്യാം ഹതായാം ദുഷ്ടായാം സിംഹേ ച വിനിപാതിതേ ശീഘ്രം ആഗമ്യതാം ബദ്ധ്വാ ഗൃഹീത്വാ തം അഥാ അംബികാം. ഇനി അവളെ കൊന്നുകളഞ്ഞേക്കൂ എന്ന് ശുംഭൻ പറഞ്ഞുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് മനസ്സൊന്നു മാറുകയാണ്. ദുഷ്ടയായ അവളെ, തസ്യാം, അവളെ, ഹതായാം, യുദ്ധം ചെയ്ത് വീഴ്ത്തുക, അതിനുശേഷം സിംഹേച്ച വിനിപാതിതെ, അവളുടെ സിംഹത്തെ അങ്ങ് കൊന്നുകളയുക, എന്നിട്ട് താം അഥാ അംബിക, അനന്തരം ആ അംബികയെ ഗൃഹീത്വ ബദ്ധ്വാ എന്ന് വെച്ചാൽ പിടിച്ചു കെട്ടിയിട്ട് ശീഘ്രം ആഗമ്യതാം, ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന്. ആദ്യം ചണ്ഡമുണ്ടാസുരന്മാരും മറ്റസുരന്മാരോടായി പറഞ്ഞത് അവളെ അങ്ങ് കൊന്നുകളഞ്ഞേക്കൂന്നാണ്. പിന്നീടാണ് ആലോചിച്ചത് അതിസുന്ദരിയാണെന്ന് പറഞ്ഞുവല്ലോ, അപ്പോൾ അവളുടെ ആ സൗന്ദര്യം ഒന്ന് കാണണ്ടേ, അതിനായിട്ട് മനസ്സിൽ തോന്നിയപ്പോൾ അതിനാഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ശുംഭൻ പറയുകയാണ്, ദുഷ്ടയായ അവളെ ആദ്യം യുദ്ധം ചെയ്ത് അടിച്ചു വീഴ്ത്തുക, എന്നിട്ട് അവളുടെ സിംഹത്തെ വധിക്കുക, അതിനുശേഷം അവളെ, ആ അംബികയെ പിടിച്ചു കെട്ടി ഇവിടെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ 6ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവി മഹാത്മ്യേ ഷഷ്ടഃ.